ആർബി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ SSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം വീക്ക് ആണ് ഇതല്ലേ. നോട്ടിഫിക്കേഷൻ ഒന്നിനു പുറമെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിനുശേഷം ഇതാ നമ്മുടെ SSC MTS ഹവിൽദാർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കുറെ ആസ്പിരൻസ് കാത്തുകൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇതല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രൂഷ്യൽ ഡേറ്റ്സും ഡീറ്റെയിൽഡ് അനാലിസിസുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ SSC MTS മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ CBIC ആൻഡ് CBN എക്സാമിനേഷൻ 2024 നോട്ടിഫിക്കേഷൻ ആണ് ഇതാ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ഡേറ്റ് ഏതൊക്കെയാണ്? 27/6/2024 മുതൽ 31/7/2024 വരെയാണ് ഡേറ്റ് വരുന്നത്. അതായത് ഏകദേശം ഒരു മാസത്തിലധികം സമയം നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യാനുള്ള ടൈം നമുക്ക് ഇനഫ് ആയിട്ടുള്ള ടൈം ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള റിസീവ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2024 ആണ്. പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, എന്നാൽ ഫീ പേയ്മെന്റ് മാത്രമാണ് നടത്താൻ ബാക്കിയുള്ളതെങ്കിൽ ഫീ പേയ്മെന്റിന് ഒരു ദിവസം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. 1/8/2024 ആണ് നമുക്ക് ഫീ പേയ്മെന്റ് നടത്താനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ വന്നാൽ കറക്ഷന് വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ആവുന്നത് എപ്പോഴാണ്? 16/8/2024 മുതൽ 17/8/2024. അതായത് 16-ാം തീയതിയും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും, 17-ാം തീയതിയും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം 2 ദിവസമാണ് കറക്ഷൻ ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഷെഡ്യൂൾഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. നമുക്കറിയാം MTS എക്സാം എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷയാണ് അല്ലെ. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒറ്റ പരീക്ഷ എഴുതി ഒറ്റയടിക്ക് ജോലിയിൽ കയറാൻ പറ്റിയ, സെൻട്രൽ ഗവൺമെന്റിൽ കയറാൻ പറ്റിയിട്ടുള്ള ഒരു എക്സാം ആണ് MTS ഹവിൽദാർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ്. അതായത് ഇനിയും നമുക്ക് സമയമുണ്ട് അല്ലെ, ഇനിയും സമയമുണ്ട്. അപ്പോൾ വൃത്തിയിൽ അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് നമ്മുടെ ഡ്രീം ജോലിയിലേക്ക് എത്താനുള്ള സമയം നമുക്കുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വേണ്ട രീതിയിൽ കൃത്യമായ സമയം യൂട്ടിലൈസ് ചെയ്ത് വൃത്തിയിൽ പഠിക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. റെഡിയാണല്ലോ? ഇനി ഈ അപ്ലിക്കേഷനിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ, ഇൻ കേസ് ഓഫ് എനി ഡിഫിക്കൽട്ടി ഇൻ ഫില്ലിംഗ് അപ്പ് ദ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. റെഡിയാണല്ലോ? നെക്സ്റ്റ്, എന്താണ് MTS പോസ്റ്റും എന്താണ് ഹവിൽദാർ പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. MTS ആയാലും ഹവിൽദാർ ആയാലും പേ ലെവൽ 1 വരുന്ന നോൺ ഗസറ്റഡ് ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഹവിൽദാർ ആയാലും MTS ആയാലും പേ ലെവൽ 1 ആണ്, ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് C പേ ലെവൽ 1, ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആണ്. MTS അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, ഓഫീസേഴ്സ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ട്രിബ്യൂണൽസ് എക്സെട്ര ആണ്. ഇനി നമ്മൾ ഹവിൽദാറിലേക്ക് വരികയാണെങ്കിൽ ഹവിൽദാറും ഞാൻ പറഞ്ഞ പോലെ പേ ലെവൽ 1 ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആണ്. എവിടെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇവിടെ ജോലി കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ വ്യത്യാസമുണ്ട്. രണ്ടും പേ ലെവൽ 1 ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വേക്കൻസി. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ എല്ലാ ആസ്പിരൻസും എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെയധികം ആവേശത്തോടെയും വളരെയധികം ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന കാര്യമാണ് ആ എക്സാമിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ MTS ഹവിൽദാർ ആസ്പിരൻസിന് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വക ഇപ്രാവശ്യത്തെ വേക്കൻസിയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസി വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2 times ആണ് ഇപ്രാവശ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത്.
പറയുന്നത്. അതായത് 2 വേക്കൻസിയും കൂട്ടുമ്പോൾ ഏകദേശം 8326 വേക്കൻസീസ് ആണ് നമ്മുടെ MTS ഹവിൽദാർ പോസ്റ്റുകൾക്ക് ഉള്ളത്. MTSന്റെ വേക്കൻസി എന്ന് പറയുന്നത് 4887. ഹവിൽദാറും CBIC ആൻഡ് CBN, CBICയുടെയും CBNന്റെയും ഫുൾ ഫോം ഇവിടെ ഉണ്ട്. എന്താണ് CBIC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും CBN എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സുമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ MTSന്റെ വേക്കൻസി 4887 ആണ്. ഹവിൽദാർ CBIC ആൻഡ് CBN 3439 ആണ്. അപ്പൊ ഇത്രയും വേക്കൻസിയാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. അപ്പൊ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഇനി നമുക്ക് എക്സാം വരാൻ ഇനിയും ടൈം ഉണ്ട് അല്ലെ. അപ്പൊ ഇനിയുള്ള കാലം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഡയറക്ഷനിൽ കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പരീക്ഷ എഴുതി ഒറ്റയടിക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. അതിന് കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വൃത്തിയിൽ പഠിക്കുക, കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ഗൈഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഡ്രീം ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യമാണ് അല്ലെ. എത്രയാണ്? നമുക്കറിയാം നമ്മുടെ MTS പോസ്റ്റും ഉണ്ട്, ഹവിൽദാർ പോസ്റ്റും ഉണ്ട്. രണ്ടിനും 2 ഏജ് ലിമിറ്റ് ആണ് വരുന്നത്. 18 to 25 years ആണ് MTSന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് MTS പോസ്റ്റുകൾക്ക് 18 to 27 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് 18 മുതൽ 25 വയസ്സ് വരെയാണ് MTSന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് 2/8/1999 ശേഷവും 1/8/2006 ഉള്ളിലുമായിരിക്കണം നമ്മുടെ 18 മുതൽ 25 വയസ്സ് വരെ, അതായത് MTS പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ജനിച്ചത് 2/7/1997 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ 1/8/2006 ഉള്ളിലുമായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. 18 മുതൽ 25 വയസ്സ് വരെ 18 to 25 ഇയേഴ്സിനുള്ള ജോലിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/8/1999 1/8/2006 ഇടയിലുമായിരിക്കണം. നെക്സ്റ്റ് 18 തൊട്ട് 27 വയസ്സ് വരെയുള്ള, അതായത് ഹവിൽദാർ പോസ്റ്റിലേക്കും ചുരുക്കം ചില MTS പോസ്റ്റിലേക്കുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 18 മുതൽ 27 വയസ്സാണ്. അപ്പൊ അതിനെന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/8/97 1/8/2006 ഇടയിലുമായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇയറും മന്തും ഡേറ്റും കറക്റ്റ് ആയിട്ട് നോക്കുക. ഇയർ മാത്രം നോക്കിയാൽ പോരാ, മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പം 2/7 എടുക്കും. 2/7/1997 നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല. കൃത്യമായിട്ട് നോക്കുക. മന്തും ഡേയും ഇയറും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. 2/8/97 1/8/2006 ഇടയിലായിരിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ്. നിങ്ങൾ ഒരു SSC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 18 മുതൽ 25 വയസ്സ് വരെയുള്ള 18 മുതൽ 25 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് ഉള്ള ജോലിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടി. അതായത് നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് 25-ൽ നിന്നും 5 വർഷം ഏജ് റിലാക്സേഷൻ, അതായത് 25 + 5 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റിൽ നിന്നും 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത്. അപ്പൊ 25 + 3 28 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ PWBD അൺറിസർവ്ഡ്, PWBD OBC, എക്സ് സർവീസ്മാൻ, PWBD SC ST ഇവർക്കൊക്കെയുള്ള ഏജ് റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ്
യോഗ്യതയുള്ള 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ MTS ഹവിൽദാർ എന്ന് പറയുന്നത്. ഇനി 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ? അല്ല. 10ാം ക്ലാസ് എന്ന് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് മിനിമം ക്വാളിഫിക്കേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അതിന് മുകളിലോട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും നമ്മുടെ MTS ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഡി? പിന്നെ എന്താണ് 1/8/2024, അതായത് നമ്മുടെ പൈസ അടക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ആണ് 1/8/2024 എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ 1/8/2024 ആവുമ്പോഴത്തേക്കും നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഉള്ള ഏതൊരാൾക്കും എന്തിന് അപ്ലൈ ചെയ്യാം? MTS ഹവിൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഡി? കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2024 ആണ്. ഒരു എന്താണ് റെക്കഗ്നൈസ്ഡ് ബോർഡ്, ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിന്റെ അണ്ടറിൽ നിങ്ങളൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് എങ്ങനെയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളൊരു SSC എക്സാമിന് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ssc.gov.in ssc.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. OTR രജിസ്ട്രേഷന് ശേഷമാണ് നമ്മൾ പിന്നെ MTS എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഹൗ ടു അപ്ലൈയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ssc.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതിൽ രണ്ടുമാണ് റിജക്ഷൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫ് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റുഡിയോന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ എന്താണ് നമ്മൾ ഫോട്ടോ ലൈവ് ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോ ലൈവ് ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ആ സമയത്ത് വൃത്തിയിൽ നല്ലോണം ലൈറ്റ് ഉള്ള ഗുഡ് ലൈറ്റ് ഉള്ള പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട്. കറക്റ്റ് ആയിട്ട് ക്യാമറയും ഐ ലെവലും ഒക്കെ കറക്റ്റ് ആവണം. നിങ്ങളുടെ മുടി ഇപ്പൊ നെറ്റിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി കറക്റ്റ് ആയിട്ട് ഫേസും ഐയും വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. സ്പെക്സ് വെക്കുന്നവരാണെങ്കിൽ സ്പെക്സ് റിമൂവ് ചെയ്യുക. പിന്നെ എന്താണ് ക്യാപ്പ് ഒന്നും വെച്ചിട്ട് ഫോട്ടോ എടുക്കരുത്. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറയിലേക്ക് നോക്കുക. കണ്ണും മുഖവും നെറ്റിയും ഒക്കെ കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കണം ഫോട്ടോസ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ആണ് നമ്മുടെ സിഗ്നേച്ചറിന്റെ കാര്യം. ഓക്കെ, സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോണിന്നൊന്നും എടുത്ത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഫോണിന്നൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. വൃത്തിയിൽ കൃത്യമായി ബ്ലർഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. കാരണം കുറേയധികം അപ്ലിക്കേഷൻസ് റിജക്റ്റ് ആവാനുള്ള കാര്യം ഈ സൈൻ ബ്ലർ ആവുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ സൈനിന്റെ JPEG അല്ലെങ്കിൽ JPG ഫോമാറ്റിൽ ഫോമാറ്റിലായിരിക്കണം നമ്മുടെ സൈനിന്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. 10 to 20 KB ആണ് സൈസ് വരുന്നത്. ഇമേജിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ വിഡ്ത്തും 2 സെന്റിമീറ്റർ ഹൈറ്റുമാണ്. അപ്പോൾ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മുടെ പിക്ചർ ആയാലും സൈൻ ആയാലും അപ്ലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ 100% ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നല്ല കെയറോടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഓൾമോസ്റ്റ് 1 മന്തിലധികം സമയമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വൃത്തിയിൽ ചെയ്യാട്ടോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻസ്, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 31/7/2024 ആണ്. ഈ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വെക്കരുത്. അതിന് മുന്നേ അപ്ലൈ ചെയ്യുക. ഈ 1 മന്ത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ വുമൺ കാൻഡിഡേറ്റ്സ്, പിന്നെ നമ്മുടെ SC/ST, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, എക്സ് സർവീസ്മാൻ, ഇത്രയും പേർക്ക് എന്ത് അടക്കേണ്ട ആവശ്യമില്ല. എക്സാം ഫീസ് ആയിട്ടുള്ള 100 rupees അടക്കേണ്ട ആവശ്യമില്ല. ഈ 100 rupees നമുക്ക് UPI ID, നെറ്റ് ബാങ്കിങ്, വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, മാസ്ട്രോ കാർഡ്, റൂപേ ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള ഏത് കാർഡുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 1/8/2024 ആണ്. ഇത് ഫീസ് അടക്കാൻ മാത്രമുള്ളതാണ്. അപ്ലിക്കേഷൻ 31/7/2024 ആവുമ്പോൾ
ആകുമ്പോഴത്തേക്കും ഫില്ല് ചെയ്തിരിക്കണം. ഇത് ഫീസ് അടയ്ക്കാനുള്ള അവസാനത്തെ ദിവസമാണ് 1/8/2024 എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? റെഡി. ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കറക്ഷൻ മേ ബി അഥവാ മാക്സിമം തെറ്റ് വരുത്താണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ തെറ്റ് വന്നാൽ തന്നെ അത് തിരുത്താൻ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. എറർ കറക്ഷനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നത് 16/8/2024 മുതൽ 17/8/2024 വരെയാണ്. അപ്പൊ 16 കംപ്ലീറ്റ് ഡേയും നമുക്ക് കിട്ടുന്നുണ്ട്, 17 കംപ്ലീറ്റ് ഡേയും നമുക്ക് കിട്ടുന്നുണ്ട്. ടോട്ടൽ 2 ഡേ ആണ്, 2 ദിവസമാണ് നമുക്ക് അപ്ലിക്കേഷൻ കറക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു കറക്ഷൻസും ആരും വരുത്താതിരിക്കുക. കാരണം ടെൻഷൻ ആണ് നമുക്ക് കറക്ഷൻ ഒക്കെ ആയിപ്പോയാൽ. അപ്പൊ കറക്ഷൻസ് വരുത്താണ്ടിരിക്കുക. ഈ കറക്ഷൻ വന്നാൽ ഒരു ഫീസ് ഉണ്ട്. അതായത് ഒരു പ്രാവശ്യമാണ് നിങ്ങൾ എറർ കറക്ഷൻ വരുത്തുന്നതെങ്കിൽ 200 rupees ആണ് ചാർജ് വരുന്നത്. ഇനി 2 പ്രാവശ്യം എറർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 500 rupees ആണ് ചാർജ് വരുന്നത്. ഈ ഫീസും നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UPI ID, വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, നെറ്റ് ബാങ്കിങ്, റൂപേ കാർഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. റെഡിയാണല്ലോ? ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. എക്സാമിനേഷൻ സെന്റേഴ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് എക്സാമിനേഷൻ. കുറേ സെന്റേഴ്സ് ഉണ്ട്, നമുക്ക് ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക കേട്ടോ, എക്സാമിനേഷൻ സെന്റേഴ്സിന്റെ കാര്യത്തിൽ. ഇനി നമ്മുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒറ്റ പരീക്ഷ എഴുതി ഒറ്റയടിക്ക് സേഫ് ലാൻഡിംഗ് ജോലിയിലേക്ക് നടത്താൻ പറ്റുന്ന പോസ്റ്റാണ് MTS എന്ന് പറയുന്നത്, അല്ലേ? MTS ഹവിൽദാർ എന്ന് പറയുന്നത്. അപ്പൊ MTSന്റെ കേസിലാണെങ്കിൽ ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനേ ഉള്ളൂ, പണി കഴിഞ്ഞു. പക്ഷേ ഹവിൽദാറിന്റെ കേസിലാണെങ്കിൽ എന്ത് വരുന്നുണ്ട്? ഹവിൽദാറിന്റെ കേസിലാണെങ്കിൽ CBE കഴിഞ്ഞതിന് ശേഷം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PETയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PSTയും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സെക്ഷൻ 1 ആയാലും, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ 2 സെഷനാണ് ഉള്ളത്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. ഈ 2 സെഷനും നമുക്ക് 13 റീജിയണൽ ലാംഗ്വേജസിൽ എഴുതാവുന്നതാണ്. അതിൽ എന്തുണ്ട്? നമ്മുടെ മലയാളം ഇൻക്ലൂഡഡ് ആണ്. മലയാളം നമുക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാം, കൂടാതെ നമുക്ക് മലയാളത്തിലും എക്സാം എഴുതാവുന്നതാണ്. നിങ്ങൾ മലയാളമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ MTS ആണെങ്കിൽ ഒറ്റ പരീക്ഷ, ഒറ്റയടിക്ക് നമുക്ക് ജോലി. നമ്മുടെ ഹവിൽദാർ ആണെങ്കിൽ ഒറ്റ പരീക്ഷയേ ഉള്ളൂ, പക്ഷെ അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടാവുന്നതാണ്. പക്ഷെ അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സെക്ഷൻ 1ഉം 2 സെക്ഷനിലായിട്ടാണ് എക്സാം. ഓക്കെ, 2 സെക്ഷനിലായിട്ടാണ് എക്സാം. ഫസ്റ്റ് സെക്ഷൻ, 2 സെക്ഷനും ഒരു ഡേ ആണ് നടക്കുക, 1 ഡേ ആണ് 2 സെഷനും നടക്കുക. ഫസ്റ്റ് സെഷനിൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗുമാണ് ഉണ്ടാവുക. അപ്പോൾ സെക്ഷൻ 1ൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 ആണ്, മാക്സിമം നമ്പർ ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 20 × 3 60 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രോബ്ലം സോൾവിംഗിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും 20 ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്. അങ്ങനെ നോക്കുമ്പോൾ 60 മാർക്കാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്, 45 മിനിറ്റ് ആണ് ടൈം ലിമിറ്റ് ഉള്ളത്. അപ്പൊ ഈ 45 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് സെഷൻ 1 കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 45 മിനിറ്റ് ആവുമ്പം എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി സെഷൻ 2ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ സെക്ഷൻ 1 20 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാണ്, 20-25 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് തന്നെ സ്കിപ്പ് ചെയ്ത് സെഷൻ 2ലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ കമ്പ്യൂട്ടർ കറക്റ്റ് എക്സാം തുടങ്ങി 45 മിനിറ്റ് ആവുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? അടുത്ത സെഷൻ 2ലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ മാത്രമാണ് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യനും നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്ഷൻ 2ൽ വരുന്നത് എന്താണ്? ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനുമാണ്. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 25 ആണ്, മാക്സിമം മാർക്ക് 75 ആണ്. അപ്പോൾ എഗെയിൻ ഇവിടെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 75 മാർക്കാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, ഇതിനും കിട്ടുന്നത് 45 മിനിറ്റ് ആണ്. ഓക്കെ, 2 സെഷനും ഒരു സെക്ഷൻ, ഈച്ച് സെക്ഷൻ 45 മിനിറ്റ് ആണ് കിട്ടുന്നത്. ഇനി
നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒറ്റ പരീക്ഷ, സേഫ് ലാൻഡിങ് അല്ലെ. പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, നമ്മുടെ സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ക്വാളിഫയിങ് നാച്ചർ ആണ്. ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ് നമ്മുടെ സെഷൻ 1 എന്ന് പറയുന്നത്. മാത്രമല്ല ഈസി ആയിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യിക്കുന്നതിനായിട്ട് ഇവിടെ നോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ കണ്ണുമൂട്ടി കുത്താം. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ ഇപ്പോ എത്ര ക്വസ്റ്റ്യൻ? 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. 20 ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 1 ഉണ്ടാവുക. 40 നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ്ങിലും നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. കാരണം എന്താണ്? ഇവിടെ നോ നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്കേ ഇല്ല. അപ്പോൾ ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ് സെക്ഷൻ 1. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, കുറേ അധികം ആസ്പിരൻസിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും. അപ്പോൾ ഇത് ക്വാളിഫയിങ് നേച്ചർ ആണ്, നെഗറ്റീവ് മാർക്കും ഇല്ല. ബമ്പർ ലോട്ടറി അല്ലേ, നമ്മുടെ ബമ്പർ ലോട്ടറി ആണ് നമ്മുടെ MTS എക്സാമിന്റെ സെക്ഷൻ 1 എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല, ക്വാളിഫയിങ് നേച്ചറും ആണ്. അപ്പൊ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 2 എത്താനായിട്ട് സാധിക്കും. റെഡി ആണല്ലോ. സെക്ഷൻ 2 ആണ് നമ്മുടെ റാങ്ക് ഡിറ്റർമൈനിങ് പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ സെക്ഷൻ 2 ആണ്. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനുമാണ് നമ്മുടെ സെക്ഷൻ 2 എന്ന് പറയുന്നത്. നമ്മുടെ MTS എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും കൂടുതൽ ഇൻഡെപ്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനുമാണ്. അപ്പോൾ നമുക്കറിയാം, ബാക്കിയുള്ള നമ്മുടെ മാത്സ് ആയാലും റീസണിങ് ആയാലും ഇതിനു പുറമെ നമ്മൾ മനസ്സിരുത്തി കുത്തിയിരുന്ന് പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും. നിങ്ങൾക്കിപ്പോൾ എത്ര അറിയില്ലെങ്കിൽ പോലും, ഇപ്പോൾ ചിലപ്പോൾ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും കാര്യത്തിൽ നമുക്ക് സ്പീഡ് വേണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. പക്ഷെ അതേപോലെ അല്ല ഈ 2 സബ്ജക്റ്റുകൾ അല്ലേ. നമ്മൾ ഇരുന്ന് പഠിച്ചാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ സമയമെടുത്താൽ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് എത്താൻ പറ്റും. ഇനിയുള്ള മാസങ്ങൾ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനും പഠിക്കണം നിങ്ങൾ. അങ്ങനെ നിങ്ങൾ പഠിക്കണമെങ്കിൽ, ഇനിയുള്ള സമയം എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട എന്താണ്? ഇത് രണ്ടും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പഠിപ്പിക്കാനായിട്ട് എഫക്റ്റീവായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, ക്വസ്റ്റ്യനറിന്റെ പൾസ് അറിയുന്ന, എക്സാമിനറിന്റെ പൾസ് അറിയുന്ന ഫേക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ആവശ്യം അല്ലെ. കൃത്യമായി നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫേക്കൽറ്റിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആർക്കും പഠിച്ചെടുക്കാൻ ഉറപ്പ്, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാനായിട്ട് പറ്റും. അപ്പൊ അതിന് നമ്മുടെ സൈലം SSC-RRBയുടെ MTS ക്രാഷ് കോഴ്സ് വിക്ടറി ബാച്ച് റണ്ണിങ് ആണ്. നമുക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് നമുക്ക് പറയാം. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരാൾ മനസ്സിരുത്തി പഠിക്കാൻ റെഡി ആണെങ്കിൽ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണല്ലോ. നെക്സ്റ്റ്, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം ആണ് നടക്കുന്നത്. 45 മിനിറ്റ്സ് ആണ് ഓരോ സെഷനും കിട്ടുന്നത്. സെക്ഷൻ 1 കഴിഞ്ഞ് എന്ത് ചെയ്യും? സെക്ഷൻ 1 കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെക്ഷൻ 2ലേക്ക് കമ്പ്യൂട്ടർ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. കമ്പ്യൂട്ടർ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 13 ലാംഗ്വേജസിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. സെക്ഷൻ 1ന് എന്തില്ല? സെക്ഷൻ 1ന് നോ നെഗറ്റീവ് മാർക്കാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 2വിന് എന്തുണ്ട്? സെക്ഷൻ 2വിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. സെക്ഷൻ 2വിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. സെക്ഷൻ 2വിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. -1, ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് കുറയും. -1 ആണ് സെക്ഷൻ 2വിന്റെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതാണ്? സെക്ഷൻ 2 ആണ്. ഇപ്പൊ ക്വാണ്ടില് നമ്മുടെ ക്വാണ്ട് ആയാലും റീസണിങ് ആയാലും ഒരാൾ 120 വാങ്ങിച്ചു. അവരും അല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ഓഫിന് മുകളിലുള്ളവർക്കും സെയിം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ സെക്ഷൻ 2 അങ്ങനെയല്ല. സെക്ഷൻ 2 എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 2 എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതാണ് നമ്മുടെ റാങ്ക് ഡിറ്റർമൈനിങ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ MTS എക്സാമിൽ ജനറൽ അവയർനെസ് ആയാലും ഇംഗ്ലീഷിനായാലും ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ആണ്, വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ MTS എക്സാം ആണെങ്കിൽ CBEയോടെ ഒറ്റ പരീക്ഷ സേഫ് ലാൻഡിംഗ് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഹവിൽദാർ ആണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ നോക്കാം, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിൽ ആണെങ്കിൽ
15 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ വാക്കിംഗ് ആണ്. ഫീമെയിൽ ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ വാക്കിംഗ്. ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി വരുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്, എഗെയിൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത് ഹവിൽദാറിനാണ്. ഹൈറ്റ് വരുന്നത് 157.5 സെന്റിമീറ്റർ ആണ് മെയിലിന്. ചെസ്റ്റ് എക്സ്പാൻഷൻ, ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ്, ഫുള്ളി എക്സ്പാൻഡഡ് വിത്ത് മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. അപ്പൊ ചെസ്റ്റ് എക്സ്പാൻഡഡ് എത്രയാണ്? 81 സെന്റിമീറ്റർ ആണ്. ഫീമെയിൽ ആണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ മെയിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിസർവ്ഡ് കാറ്റഗറിക്ക് 5 സെന്റിമീറ്റർ എന്തുണ്ട്? 5 സെന്റിമീറ്റർ ഹൈറ്റ് റിലാക്സേഷൻ ഉണ്ട്. ചെസ്റ്റ് ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, മെയിലിനാണെങ്കിൽ ഹൈറ്റിൽ 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. ഫീമെയിൽ ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെന്റിമീറ്റർ ആണ്. 2.5 റിലാക്സേഷൻ ഉണ്ട്. ആർക്ക്? റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിക്ക്. വെയിറ്റ് എന്ന് പറയുന്നത് 48 kg ആണ്. 2 kg റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എക്സാമിനേഷന്റെ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ സിലബസ് ആയാലും ഇപ്പൊ ഹവിൽദാറിന്റെ കേസിൽ വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും PSTയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ, നമുക്ക് ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആകെ വേണ്ടത് ഹാർഡ് വർക്ക് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ ഈ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞങ്ങളെ കംപ്ലീറ്റ് ടീം റെഡിയാണ്. അതിനുവേണ്ടി സൈലം SSC-RRB ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ് നമ്മുടെ SSC MTS വിക്ടറി ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd ജൂലൈ 2024 തൊട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് മനസ്സിരുത്തി ഈ ജോലി എനിക്കുള്ളതാണ് എന്ന് ഉറപ്പിച്ച് പഠിച്ചാൽ, മനസ്സിരുത്തി പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. കംപ്ലീറ്റ് ഫാക്കൽറ്റി പൂൾ ഇവിടെ റെഡിയാണ്. കാരണം നമുക്കറിയാം നിങ്ങൾക്ക് ജോലിക്കുള്ള ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട കാര്യമാണ് ജനറൽ അവയർനെസ് ആയാലും ഇംഗ്ലീഷ് ആയാലും. അതിലേക്ക് ഈ കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. ഇവിടെ ക്രാഷ് കോഴ്സ് എന്ന് കൊടുത്താലും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഇംഗ്ലീഷ് ആയാലും GK ആയാലും നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ജനറൽ അവയർനെസ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ അതിനു വേണ്ടി വളരെയധികം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ആരുടെയും ഒരു ടെൻഷനും ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി, നമ്മൾ അടിപൊളിയായിട്ട് സിലബസ് കവർ ചെയ്ത് തരും. അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളെ കോഴ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 2499 രൂപയാണ്. അപ്പൊ എല്ലാവരും സമയം കളയാതെ വേഗത്തിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ 3rd ജൂലൈ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ MTS ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് ഇപ്രാവശ്യം നമുക്ക് ജോലിയിൽ കയറണം. കാരണം ഒറ്റ പരീക്ഷയാണ്. കൃത്യമായി സ്ട്രക്ചർ ചെയ്ത കോഴ്സിൽ ഒറ്റ പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം ജോലി നമ്മുടെ കയ്യിലാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി ബാച്ചിൽ കാണാം.